ഇത് പറയാൻ പാടുമെന്ന് അറിയില്ല എങ്കിലും ഇനോഗ്രേഷന് പോകുമ്പോൾ ആളുകൾ അധികം ഉണ്ടായിരുന്നത് പ്രാർത്ഥിക്കുന്ന ഏക സെലിബ്രിറ്റി ഞാൻ കണ്ടത് അവളാണ്. മനുഷ്യനൊക്കെ ഇവിടെ ആൾക്കാർ കുറഞ്ഞാൽ നെഞ്ചിടിക്കും. നമ്മൾ ദൈവമേ ഇത്രയും തിരക്കിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും, ആ ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ അവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ഭ്രമ ഇഷ്ടമെന്നല്ല, പെർഫോം ചെയ്യാൻ ഭ്രമ. അവൾക്ക് ഈ ലൈം ലൈറ്റ് പോലും അല്ല. ഇപ്പൊ എനിക്കൊക്കെ ലൈം ലൈറ്റാണ് ഇഷ്ടം. എനിക്കൊരു താരമാവണം, ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയണം. എനിക്ക് ആ ലൈം ലൈറ്റ് ഒരേപോലെ ഇഷ്ടം. ഇപ്പൊ അഭിനയം ഇഷ്ടമാണ്. പക്ഷെ ഗോപിയയ്ക്ക് പെർഫോമൻസ് ആണ് ഇഷ്ടം. അവൾക്ക് ആ ആക്ഷന്റെയും കട്ടിന്റെയും ഇടയിലുള്ളത് ഭ്രമമാണ്. ഷീ ലവ് ഡൂയിങ് ഇറ്റ്. സാന്ത്വനൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങനത്തെ പോസിബിലിറ്റീസ് കിട്ടില്ല. സിനിമയേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും അഭിനയിക്കാനുള്ള അവസരം കിട്ടല്ലേ. പക്ഷെ അങ്ങനെ ഭ്രമമുള്ള ആൾക്ക് ക്രൗഡ് ഫിയർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഭയങ്കര ഫ്രിക്ഷൻ ആണത്. ഈ സാധനം കല്യാണം കഴിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലൈഫ്, പുതിയൊരു വീട്, പുതിയൊരു ആള് എന്താവും എന്നുള്ളതിന്റെ ആങ്സൈറ്റി ഗോപികയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ആവുന്നത് നേപ്പാളിലാണ്, വിച്ച് ഈസ് ലൈക്ക് 10 days ആഫ്റ്റർ മാരേജ്. നേപ്പാൾ മുതലാണ് ഞങ്ങൾക്കൊരു, എനിക്ക് ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എല്ലാ സമയത്തും ഞാൻ അടിപൊളിയാണ്. പക്ഷെ ഗോപികയിലുള്ള ഒരു ബോണ്ടിങ് ഡിഫറൻസ് ഉണ്ടായത് അപ്പോഴാണ്. നേപ്പാൾ മുതലാണ് ശരിക്കും ആ വ്യത്യാസം. അതുകൊണ്ട് നേപ്പാൾ ഇസ് വെരി സ്പെഷ്യൽ.